തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നും 5 വർഷമായിട്ടും ഒരു റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിക്കാൻ കഴിയാതെ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞ് മെമ്പർ VK നിർമ്മല. 2021-22 സാമ്പത്തിക വർഷത്തിൽ 20ാം വാർഡിലേക്ക് അനുവദിച്ച ഫണ്ട് 4.5 ലക്ഷം രൂപ റോയൽ മണ്ഡപം റോഡിന് വേണ്ടി ഞാൻ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴക്കോട് സംസ്ഥാന പാത വരുന്ന സമയത്തായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം പണി തുടങ്ങേണ്ട സമയത്ത് കരാറുകാരൻ എടുത്തപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ അവർ നീട്ടിവെക്കുകയും സ്പിൽ ഓവർ വർക്കിലേക്ക് ആവുകയാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഈ വർക്ക് അടിയന്തരമായി ചെയ്യണമെന്ന് നമ്മൾ പലവട്ടം ആവശ്യപ്പെടുകയും കരാറുകാർ അത് പണി ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വീണ്ടും ഈ കരാറുകാരൻ്റെ അടുത്ത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ 22-23 4.5 ലക്ഷം രൂപയുടെ വർക്കുകൾ പണി പൂർത്തീകരിക്കാത്ത സമയത്ത് വീണ്ടും 2 ലക്ഷം രൂപ റോഡിന് തന്നെ വെക്കുകയും വീണ്ടും അവരത് സ്പിൽ ഓവർ വർക്കിലേക്ക് ആവുകയും ചെയ്തു. സ്പിൽ ഓവർ വർക്കിലേക്ക് വന്നപ്പോൾ അവർ അപ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്നുള്ള സാങ്കേതിക കാരണങ്ങളാൽ അത് നീട്ടിക്കൊണ്ടുപോയി. ബൈ ഇലക്ഷൻ നടന്നു. അതിനുശേഷം വീണ്ടും അവർ 4.5 ലക്ഷം രൂപയുടെ ഈ വർക്കിൻ്റെ എന്താ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കരാറുകാരൻ ലെറ്റർ വെച്ചു, എനിക്ക് ചെയ്യാൻ പറ്റില്ല, പഴയ എസ്റ്റിമേറ്റ് പ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ ലാഭ തടസ്സങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളിൽ നമ്മുടെ ഈ കരാറുകാർ പല വാർഡുകളിലും അവർക്ക് ലാഭനഷ്ടം നോക്കാതെ ചെയ്ത് വർക്ക് ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 20ാം വാർഡിലേക്ക് മാത്രം അവർ മനഃപൂർവ്വം ഈ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മളതിനെ നിരന്തരം അവർ ഒരു രാഷ്ട്രീയ ചൊവ്വയോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും MP അടക്കമുള്ള ഈ നാട്ടിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ 4.5 ലക്ഷം രൂപയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓരോ വർഷം കൂടുമ്പോൾ ഫണ്ട് വയ്ക്കുക ചെയ്തിട്ടുണ്ട്. എങ്കിലും അവർക്കത് ഭയങ്കര എന്താ പറയുക, അവരുടെ രാഷ്ട്രീയ ചൊവ്വയോട് കൂടി തന്നെ ആ റോഡിനെ നോക്കിക്കാണുകയും അവർ മനഃപൂർവ്വം അത് നീട്ടിക്കൊണ്ടുപോയും കരാറുകാരനെ വിളിച്ചിട്ട് പറയാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് കമ്മിറ്റി അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി നിരന്തരമായി ഇനി അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ശക്തമായി തന്നെ ഞാൻ ആ റോഡിൻ്റെ വികസനത്തിനും അതുപോലെ ആ നാട്ടുകാരോടുള്ളൊരു കടപ്പാടും ഉള്ളത് കൊണ്ട് ഈ റോഡിൻ്റെ ശാശ്വതമായ പരിഹാരത്തിന് പഞ്ചായത്ത് ഭരണസമിതി നമ്മളോട് നിന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയിൽ കൂടെ ഞാൻ പോകുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നാട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ റോഡിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ശക്തമായി പ്രവർത്തിക്കും.